بسم الله الرحمن الرحيم ووهبنا لداود سليمان نعم العبد إنه أواب إذ عرض عليه بالعشي الصافنات الجياد فقال إني أحببت حب الخير عن ذكر ربي حتى توارت بالحجاب ردوها علي فطفق مسحا بالسوق والأعناق. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1576 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാദിലെ 30 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووهبنا لداود سليمان نعم العبد إنه أواب إذ عرض عليه بالعشي الصافنات الجياد فقال إني أحببت حب الخير عن ذكر ربي حتى توارت بالحجاب ردا بالسوق والعناق صدق الله العلي العظيم. സൂറത്ത് സ്വാദിലെ 30 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് നമ്മൾ ദാവൂദ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകളാണ് പഠന വിധേയമാക്കിക്കൊണ്ടിരുന്നത്. ഈ സൂറത്തിലെ 17-ാമത്തെ ആയത്ത് മുതൽ ഈ 29-ാമത്തെ ആയത്ത് ഉൾപ്പെടെയുള്ള ഭാഗം ദാവൂദ് അലൈഹിസ്സലാമിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അത്യസാധാരണമായ സഹനശേഷിയും അദ്ദേഹം നിരന്തരമായി കാണിച്ചുകൊണ്ടിരുന്ന അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവാനുള്ള സന്നദ്ധതയും ഒക്കെ പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പിന്നിട്ട ആ ആയത്തുകളിൽ കാണുകയുണ്ടായത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രാതികൂല്യങ്ങളുടെ ആ സാഹചര്യത്തിൽ ദാവൂദ് അലൈഹിസ്സലാമിൽ അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അദ്ദേഹത്തിൽ നിന്ന്, ദാവൂദ് അലൈഹിസ്സലാമിൽ നിന്ന്, അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനുണ്ട് എന്ന വിധത്തിലാണ് സഹനം അവലംബിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ദാവൂദ് അലൈഹിസ്സലാമിനെ അനുസ്മരിക്കാൻ അള്ളാഹു ഇവിടെ ആവശ്യപ്പെടുകയുണ്ടായത്. ആ ഭാഗം നമ്മൾ അതിന്റെ വിശദാംശങ്ങളോടെ മനസ്സിലാക്കുകയുണ്ടായി. ദാവൂദ് അലൈഹിസ്സലാമിന്റെ അടുക്കല് രണ്ടാളുകള് ഒരു തർക്കവുമായിട്ട് വന്ന കാര്യവും ആ സംഭവം അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പെട്ടെന്ന് അദ്ദേഹത്തിന് വ്യക്തിപരമായ തന്റെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളിൽ ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലായി മാറിയതും നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആൻ അതിന്റെ വിശദാംശങ്ങൾ എന്ത് പിഴവാണ് ദാവൂദ് അലൈഹിസ്സലാമിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നതൊന്നും സൂചിപ്പിക്കുന്നില്ല, വ്യക്തമാക്കി പറയുന്നില്ല. ബൈബിളിലെ ചില സൂചനകൾ നമ്മൾ ദാവൂദ് അലൈഹിസ്സലാമിന്റെ ഒരു പ്രവാചകൻ എന്നുള്ള നിലക്കുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് ചേരുന്ന വിധത്തില് അതിലെ കൈകടത്തലുകളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നമുക്ക് വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ കുറിച്ച് നൽകുന്ന വിവരണത്തിനോട് യോജിക്കുന്ന വിധത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.
അതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച 3 ആയത്തുകൾ 30 മുതൽ 33 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ദാവൂദ് അലൈഹിസ്സലാമിന് ഒരു പുത്രനെ സമ്മാനിച്ച കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെ തുടർന്ന് ആ പുത്രനെ കുറിച്ചാണ് പിന്നെ വിവരണം എന്നത് കാണാൻ സാധിക്കും. നമുക്ക് ഈ ആയത്തുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. വഹബനാലി ദാവൂദ സുലൈമാൻ, ദാവൂദിന് നാം സുലൈമാൻ എന്ന പുത്രനെ നൽകുകയുണ്ടായി, സമ്മാനിക്കുകയുണ്ടായി. വഹബ എന്ന് പറഞ്ഞാൽ നൽകി, സമ്മാനമായി കൊടുത്തു എന്നൊക്കെയുള്ള നിലക്ക് മനസ്സിലാക്കാവുന്നതാണ്. വഹബന ലി ദാവൂദ, ദാവൂദിന് നാം നൽകുകയുണ്ടായി, സമ്മാനിക്കുകയുണ്ടായി. സുലൈമാന, സുലൈമാൻ എന്ന പുത്രന്. പുത്രൻ എന്നൊന്നും അതിലില്ല, പക്ഷെ നമുക്കത് ചരിത്ര വസ്തുതകൾ കൂടി ചേർത്ത് വെക്കുമ്പോൾ അത് മനസ്സിലാവും. വഹബന ലി ദാവൂദ് സുലൈമാൻ, എന്നിട്ട് സുലൈമാൻ അലൈഹിസ്സലാം എന്ത് തരത്തിലുള്ള വ്യക്തിയായിരുന്നു എന്നതാണ് തുടർന്നുള്ള വാക്കുകൾ വെളിപ്പെടുത്തുന്നത്. നിഅമൽ അബ്ദ്, എത്ര അനുഗ്രഹീതനായ, എത്ര ശ്രേഷ്ഠനായ ഒരു ദാസനാണ് സുലൈമാൻ. അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ട തന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ ഒരാള് ആയിട്ടാണ് അള്ളാഹു സുലൈമാൻ അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നിഅമൽ അബ്ദ്, എത്ര അനുഗ്രഹീതനായ, എത്ര ഉന്നത സ്വഭാവ ഗുണങ്ങളുള്ള, എത്ര ശ്രേഷ്ഠതയുള്ള ഒരു ദാസനായിരുന്നു സുലൈമാൻ അലൈഹിസ്സലാം. ഇന്നഹു അവ്വാബ്, അദ്ദേഹം നിരന്തരം അള്ളാഹുവിലേക്ക് തിരിയുന്നവനായിരുന്നു. ഏത് കാര്യത്തിലും തന്റെ തൃപ്തിയോ താല്പര്യമോ ഒക്കെ പരിഗണിക്കുമ്പോൾ അദ്ദേഹം അതിലൊക്കെയും തന്നെ മുന്തിയ പരിഗണന കൊടുത്തിരുന്നത് അള്ളാഹുവിന്റെ നിലപാടിന്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കൊക്കെയാണ്. അദ്ദേഹം തീർച്ചയായിട്ടും അവ്വാബായിരുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അവ്വാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവൻ. ഏത് കാര്യത്തിലും ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ട് അവനിലേക്ക് മടങ്ങുന്ന നിലപാടും സ്വഭാവവും പ്രകൃതവും ഒക്കെയുള്ള ആളാണ് അവ്വാബ്. അപ്പൊ ഇന്നഹു അവ്വാബ്, അത്രയും ഉത്കൃഷ്ടനായ, അത്രയും ശ്രേഷ്ഠനായ ഒരു ദാസനായിരുന്നു സുലൈമാൻ എന്നാണ് ഇവിടെ അള്ളാഹു ദാവൂദ് അലൈഹിസ്സലാമിന് അങ്ങനെ ഒരു പുത്രനെ നൽകി എന്ന കാര്യം പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുന്നത്. തുടർന്ന് ഈ പറഞ്ഞ കാര്യം ഒരു ചരിത്ര സംഭവവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് വ്യക്തമാക്കുകയാണ് നമ്മൾ ഇന്ന് വായിച്ച ഇതിനെ തുടർന്നുള്ള ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. സുലൈമാൻ അലൈഹിസ്സലാം വളരെ ശ്രേഷ്ഠനായ ഒരു ദാസനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ അദ്ദേഹം അവ്വാബായിരുന്നു എന്നും പറയുകയുണ്ടായി. അള്ളാഹുവിലേക്ക് നിരന്തരമായി മടങ്ങുന്ന പ്രകൃതമുള്ള ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോ ഈ രണ്ട് പ്രത്യേകതകൾ, സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഈ ഇവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ, ആ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രകടമായ ഒരു സംഭവം വിവരിക്കുകയാണ് അള്ളാഹു തുടർന്നുള്ള ആയത്തുകളിൽ. ഇത് അലൈഹി ബിൽ അശിയി അസ്വാഫിനാത്തുൽ ജിയാദ്, അദ്ദേഹത്തിന്റെ അടുക്കല് വളരെ നന്നായി പരിശീലനം നൽകപ്പെട്ട, നല്ല ഇനത്തിൽപ്പെട്ട, നല്ല യോഗ്യതയുള്ള സവാരി കുതിരകളെ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോ, ഇത് അലൈഹി ബിൽ അഷി, ഒരു സന്ധ്യാവേളയിലാണ്, ഒരു സായാഹ്നത്തിലാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ഷോഫിനാത്തുൽ ജിയാദ് എന്നുള്ള ഇവിടെ വിവരിക്കുന്ന വിധത്തിലുള്ള കുതിരകളെ പ്രദർശിപ്പിക്കപ്പെടുകയുണ്ടായത്. സുലൈമാൻ അലൈഹിസ്സലാം ചക്രവർത്തിയായിരുന്ന കാലത്ത് ബനൂ ഇസ്രായേൽ സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നിലകൊണ്ടിരുന്ന, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനും അവരുടെ ആ രാഷ്ട്രത്തിന്റെ അധിപനുമായി നിലകൊണ്ടിരുന്ന കാലത്ത് ഉണ്ടായ ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അടുക്കല് അസ്വാഫിനാത്തുൽ ജിയാദിനെ പ്രദർശിപ്പിക്കപ്പെടുകയുണ്ടായി.
ഒരു അഷിയ് എന്ന് പറയാവുന്ന ഒരു വേളയിൽ എന്ന് പറഞ്ഞാൽ സന്ധ്യാവേളയിൽ അല്ലെങ്കിൽ ഒരു സായാഹ്ന വേളയിൽ സൂര്യാസ്തമനത്തിന്റെ മുന്നേ ആയിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം. അപ്പോ സോഫിനാത്തുൽ ജിയാദ് എന്ന് പറഞ്ഞാല് സോഫിനത്ത് എന്നത് കുതിരയെ പരാമർശിക്കുന്ന, പ്രത്യേകിച്ച് അതിവേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സവാരി കുതിരയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ജിയാദ് എന്നത് ജവാദ് എന്നതിന്റെ ബഹുവചനാണ്. അപ്പോ ജവാദ് എന്ന് പറഞ്ഞാല് ജയ്യിദ് എന്ന അർത്ഥത്തിലും മനസ്സിലാക്കാം. അതേപോലെ തന്നെ കുതിര, സവാരി കുതിര എന്നൊക്കെയുള്ള അർത്ഥത്തിലും മനസ്സിലാക്കാം. രണ്ട് റൂട്ട്സിലേക്കും അത് പോകുന്നത് കാണാൻ കഴിയും ആ വാക്ക്. അപ്പോ സാഫിനാത്ത് എന്ന കുതിര, ആ പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന കുതിരയുടെ പ്രത്യേകത, അത് സഞ്ചരിക്കുമ്പോ അതിവേഗതയിൽ ദ്രുതഗതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന, അസാധാരണമായ വേഗത കൈവരിക്കാൻ കഴിയുന്ന കുതിരയാണ്. അതേസമയത്ത് അത് നിൽക്കുകയാണെങ്കിൽ, അതിന്റെ ചലനം നിർത്തുകയാണെങ്കിൽ അത് വളരെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ കഴിയുന്ന, ഇളക്കമില്ലാതെ നിൽക്കാൻ കഴിയുന്ന ഒരു കുതിരയാണ് എന്നാണ് അറബി വിശദീകരണങ്ങളിലൊക്കെ ഇത് സംബന്ധമായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോ പ്രത്യേകിച്ച് സാഫിനാത്ത് എന്ന ആ പദത്തിനെ വിവരിച്ചുകൊണ്ട് പറയുന്ന 3 കാലുകളിലായിട്ട് വളരെ സ്റ്റേബിൾ ആയിട്ട് ഇളക്കമില്ലാതെ നിൽക്കാൻ പറ്റുകയും 4ാമത്തെ കാല് അങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് എപ്പോ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും പുറപ്പെടാൻ, ധൃതിയിൽ കുതിച്ചോടാൻ കഴിയുന്ന അത്രയും പരിശീലനം നൽകപ്പെട്ടിട്ടുള്ള കുതിരയാണ് എന്നാണ് വിവരിക്കപ്പെടുന്നത്. അവിടെ പരിശീലനം അതിന്റെ റൈഡർ ഫ്രണ്ട്ലി ആവാനുള്ള ആ ഒരു പരിശീലനമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അത് കുതിരയുടെ ഓട്ടം നിന്നു കഴിഞ്ഞാലും വേണമെങ്കിൽ കുതിര ഒരു ഡിസിപ്ലിൻ അല്ലാത്ത വിധത്തിൽ നീങ്ങുകയോ അല്ലെങ്കിൽ ശരീരം ചലിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളിന് അത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കും. അയാള് കുതിരപ്പുറത്തുനിന്ന് മറിഞ്ഞു വീഴാനൊക്കെ കാരണമാവും. അങ്ങനെ ഒരു പ്രകൃതാണുള്ളതെങ്കിൽ അങ്ങനെയല്ല. ഈ കുതിരയുടെ ഒരു പ്രത്യേകതയായിട്ട് വിവരിക്കപ്പെടുന്നത്, അത് നിൽക്കുകയാണെങ്കിൽ വളരെ നിശ്ചലമായിട്ട് യാത്രികൻ അല്ലെങ്കിൽ റൈഡർക്ക്, സവാരി ചെയ്യുന്ന ആൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടൊന്നും സൃഷ്ടിക്കാത്ത വിധത്തിലുള്ള അത്രയും സ്റ്റെബിലിറ്റിയോടുകൂടി ഫേമായി നിൽക്കാൻ കഴിയുന്ന, അതേപോലെ തന്നെ ഇത് സഞ്ചരിക്കുന്ന, ഓടുന്ന സന്ദർഭത്തിൽ അതിവേഗതയിൽ കുതിച്ചോടാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു കുതിര. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം കുതിരകളെയാണ് സുലൈമാൻ അലൈഹിസ്സലാമിന്റെ അടുക്കല് ഒരു സായാഹ്നത്തിൽ പ്രദർശിപ്പിക്കപ്പെടുകയുണ്ടായത്. അദ്ദേഹം ചക്രവർത്തിയായിരിക്കെ രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങളും അതുപോലെ രാജ്യത്തിന്റെ സൈനിക നീക്കങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമൊക്കെ എടുക്കേണ്ട ഒരു നിർണായകമായ പദവിയിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പറ്റം കുതിരകൾ, അല്ലെങ്കിൽ ഒട്ടേറെ കുതിരകൾ, ഇതിന് പ്രത്യേകമായി പരിശീലനം നൽകപ്പെട്ടിട്ടുള്ള കുതിരകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നത്, പ്രദർശിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ പ്രദർശിപ്പിക്കപ്പെട്ട ആ സന്ദർഭം ഉണ്ടല്ലോ, അത് പ്രത്യേകം സ്മരിക്കേണ്ടതായ ഒരു സന്ദർഭമാണ്. ഇത് ഉഴില്ല എന്നാണ് തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഉഴില്ല എന്ന വാക്കിൽ നിന്നാണ് അറബ് ലോകത്തൊക്കെ നമ്മൾ കാറുകളൊക്കെ വിൽപ്പനയ്ക്ക് വെക്കുന്ന കേന്ദ്രങ്ങൾക്ക് പറയുന്ന ഒരു പദമുണ്ട്, മഹറൽ എന്നാണ് പറയുക. കാറുകൾ പ്രദർശിപ്പിക്കുന്ന, അത് ആളുകൾ, ആവശ്യക്കാർ വന്ന് കണ്ട് പറ്റിയത് തിരഞ്ഞെടുത്ത് ഒക്കെ വാങ്ങിപ്പോകുന്നൊക്കെ കേന്ദ്രം, അങ്ങനെയുള്ള പ്രദർശന കേന്ദ്രം. മഹറൽ എന്നുള്ളത് ഇപ്പം മോഡേൺ ഇംഗ്ലീഷിൽ എക്സിബിഷൻ എന്നൊക്കെ ഉള്ള വാക്കായിരിക്കും അതിന് ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പൊ ഇത് ഒരു അലൈഹി, അദ്ദേഹത്തിന്റെ മുന്നിലായി പ്രദർശിപ്പിക്കപ്പെട്ട ആ സന്ദർഭം പ്രത്യേകം സ്മരണീയമാണ്. അത് ഓർക്കേണ്ടത് തന്നെയാണ്. ബിൽ അഷി, ഒരു സായാഹ്നത്തില് ആരെയാണ് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? സ്വാഫിനാത്തുൽ ജിയാദ്, വളരെ നല്ല പരിശീലനം നൽകപ്പെട്ട, സവാരിക്ക് ഉപയോഗിക്കുന്ന, അതുപോലെ ഉള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപകരിക്കുന്ന തരം
നല്ല കുതിരകൾ. സ്റ്റീഡ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത്. വെൽ ട്രെയിൻഡ്, വെൽ ബ്രെഡ് സ്റ്റീഡ്സ് എന്നാണ് ഇതിന് ട്രാൻസ്ലേഷൻ കൊടുത്തു കാണും ഇംഗ്ലീഷിൽ. അപ്പോ ഇത് അലൈഹി ബിൽ അഷിയിൽ സോഫിനാത്തിൽ ജിയാദ്. നമുക്ക് എത്രത്തോളം ഈ സംഗതിയിൽ ഒരാൾക്ക് ഉണ്ടാവുന്ന പാഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കോ അല്ലെങ്കിൽ ഈ സദസ്സിലുള്ള ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കോ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആ കുതിരകളെ സവാരിക്ക് ഉപയോഗിക്കുന്ന, അതുപോലെ യുദ്ധാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് വേഗം മനസ്സിലാവും ഈ കാര്യം. അത് നല്ല ഇനം കുതിര എന്ന് പറയുന്നത് റൈഡ് ചെയ്യുന്ന ആവശ്യത്തിന് മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഒരു അസാധ്യമായ ഒരു പാഷനാണ്. നമ്മളെ ഇക്കാലത്ത് ഒരു പക്ഷേ ഒരു ചില ബ്രാൻഡ് കാറുകൾ ചിലർക്ക് ഒരു ക്രൈസാണ്. അതിനേക്കാളൊക്കെ ക്രൈസ് ആയിട്ട് അവർക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് പോലും ഉള്ള വിധത്തിലാണ് അവര് ഈ കുതിരകളെ, സവാരി കുതിരകളെ പരിഗണിക്കാറുള്ളത്. അത് നമുക്ക് ലിറ്ററേച്ചറിൽ എല്ലാ ഭാഷകളിലും അവയെ പരാമർശിക്കുന്ന പ്രയോഗങ്ങൾ അത്രയും കാണാൻ കഴിയും. ഒരു അറബി കവിതയിൽ, പഴയ കാലത്തുള്ള ഒരു അറബി കവിതയിൽ മിഖരിൻ മിഫരിൻ മുഖബിലിൻ മുദ്ബിരിൻ മാൻ, ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പുറകോട്ടും ഒരേ സമയത്ത് ചലിക്കുന്ന അത്രയും അജിലിറ്റിയുള്ള ഒരു കുതിരയെ കുറിച്ച് അറബി കവി ഇമ്രുൽ ഖൈസ് വിവരിക്കുന്നുണ്ട്. അത് അയാളുടെ ആ മൃഗത്തിനോടുള്ള, തന്റെ സവാരി കുതിരയോടുള്ള ഒരു വൈകാരികമായ അടുപ്പം കൂടി പ്രകടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഒരിക്കലും തന്നെ ഒരു കുതിരക്ക് ഈ 4 മൂവ്മെന്റ്സും ഒരേ സമയത്ത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതിന്റെ ക്യുക്ക്നെസ്സും അജിലിറ്റിയും ഒക്കെ കാരണമായിട്ട് ഒരേ സമയത്താണ് ഈ 4 മൂവ്മെന്റ്സും കുതിര ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കും അത്രയും. എന്നിട്ട് അദ്ദേഹം അതിനെ ഉപമിക്കുന്നത് ജൽമോദി സഹരിൻ ഹത്തഹുസൈലു മിൻ അലി എന്ന ഒരു വിവരണം നൽകിക്കൊണ്ടാണ്. അത് വലിയ ഉയർന്ന മലമുകളിൽ നിന്ന് പാറക്കല്ലുകള് മഴവെള്ളത്തില് ചാടി പുറപ്പെട്ടു വരുന്നത് പോലെ അനിയന്ത്രിതമായിട്ട്, യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത വിധത്തില് അങ്ങനെ പാറക്കല്ലുകൾ ഉയർന്ന ഇടങ്ങളിൽ നിന്ന് വരുന്നത് കാണുമ്പോൾ നമുക്ക് പേടി തോന്നും. പക്ഷെ അത് നല്ല കൺട്രോളിലായിരിക്കും. അപ്പം അതിന് അതിൻ്റെതായ ഒരു ഡയറക്ഷനും ഒരു ദിശയും ഒക്കെ ഉണ്ടാവും. ഈ കുതിരയുടെ കാര്യവും അതിന്റെ മൂവ്മെന്റ് കണ്ടാൽ അത് എങ്ങോട്ട് ടേൺ ചെയ്യുന്നെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അത്രയും നിയന്ത്രണമുള്ള ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കും അത് എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് കവിതയിൽ വിവരിക്കപ്പെടുന്നത്. അപ്പൊ ഞാനത് സൂചിപ്പിച്ചത് സോഫിനാത്തുൽ ജിയാദ് എന്ന കാറ്റഗറിയിൽ പെടുന്ന കുതിരകള് കുതിരസവാരിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വല്ലാത്തൊരു പാഷനാണ്. അത്തരം കുതിരകളുടെ കാഴ്ച ഭംഗിയും അതിന്റെ അജിലിറ്റിയും ഒക്കെ കണ്ട് അവര് കൗതുകം കൂറി ഒരു പക്ഷെ ബാക്കിയെല്ലാം മറന്നുപോകും. ജീവിതം തന്നെ മറന്നു പോകുന്ന വിധത്തില് അതിനെക്കുറിച്ച് അതിൽ ഫോക്കസ്ഡ് ആയി പോകാനൊക്കെ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അപ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ അങ്ങനെയുള്ള വളരെ വിശേഷപ്പെട്ട ഒരു പറ്റം കുതിരകളെ പ്രദർശിപ്പിക്കപ്പെട്ട ഒരു സായാഹ്നം സ്മരണ അർഹിക്കുന്ന, ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാണ് അള്ളാഹുവിടെ വിവരിക്കുന്നത്. ഫഖാല, ആ ഘട്ടത്തിൽ സുലൈമാൻ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈർ, ഞാൻ വല്ലാതെ ഈ സമ്പത്ത് ഇഷ്ടപ്പെട്ടു പോയി. ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈർ, ഇവിടെ ഖൈർ എന്നാണ് ഈ സംഗതിയെ വിശേഷിപ്പിക്കുന്നത്. ഖൈർ എന്നുള്ളത് മൂല്യമുള്ള, വിലപിടിപ്പുള്ള എന്തിനും അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. സദഖാത്തു ഖൈറാത്ത് എന്നൊക്കെ പലയിടത്തും എഴുതി വെച്ചിട്ടൊക്കെ ഉള്ളത് കാണാൻ കഴിയും. പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണം നിക്ഷേപിക്കാന് വല്ല പെട്ടിയൊക്കെ സ്ഥാപിച്ചിട്ടുള്ള. മുമ്പൊരിക്കൽ ഇറാൻ യാത്ര നടത്തിയപ്പോൾ ഞാനും അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. സദഖാത്തു ഖൈറാത്ത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആളുകൾ അതിൽ ദാനം നിക്ഷേപിക്കാനുള്ള എന്ന് പറഞ്ഞാൽ അത് മൂല്യമുള്ള ഒരു സംഗതി പൊതുജന ആവശ്യങ്ങൾക്ക് വേണ്ടി നിക്ഷേപിക്കുന്നതിനുള്ള ഒരു പെട്ടിയാണ്. അപ്പൊ ഇവിടെ അഹ്ബബ്തു ഹുബ്ബൽ ഖൈരി, ഇതാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം പറയുന്നത്. ഇന്നി അഹ്ബബ്തു, ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി, ഹുബ്ബൽ ഖൈർ, ഈ മൂല്യമുള്ള വിലപിടിപ്പുള്ള സമ്പത്തിനെ, അൻ ദിക്രി റബ്ബി, എന്റെ റബ്ബിനെ സ്മരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ പ്രയോഗത്തിന്
വ്യാഖ്യാനങ്ങൾ പലതും നൽകപ്പെട്ടത് കൊണ്ട് ഞാൻ ഒറ്റയടിക്ക് അത് പറയുന്നില്ല. അതിലേക്ക് വരാം. അതിന്റെ മുമ്പ് സുലൈമാൻ അലൈഹി സ്വലാം ഇവിടെ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈരി അൻ ദിക്രി റബ്ബി. അത് രണ്ടു നിലക്ക് അതിന്റെ അർത്ഥസാധ്യത അതിന്റെ വിവർത്തനങ്ങളിലും വിശദീകരണങ്ങളിലും ഒക്കെ കാണാൻ കഴിയും. ഒന്ന്, എന്റെ റബ്ബിനെ സ്മരിക്കുന്നതിൽ ഞാൻ അശ്രദ്ധനാകുന്ന വിധത്തില് ഈ സമ്പത്തിനോടുള്ള പ്രണയം, ഈ സമ്പത്തിനോടുള്ള എന്റെ ഇഷ്ടം എന്നെ അതിൽ മുഴുകിച്ചു കളഞ്ഞു എന്നാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് എന്ന നിലക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന്, എന്റെ റബ്ബിന്റെ ആവശ്യത്തിന് വേണ്ടി ആണ് ഈ സമ്പത്തിനോട് എനിക്ക് ഇത്രയും, ഈ കുതിരകളോട്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സമ്പത്ത് കുതിരയാണ്, ഈ കുതിരകളോട് എനിക്ക് അത്രയും ഇഷ്ടം തോന്നിപ്പോവുകയാണ് എന്നതാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം പറയുന്നത്. ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈരി അൻ ദിക്രി റബ്ബി. എന്റെ റബ്ബിനെ വിസ്മരിക്കാൻ ഇടയാകുന്ന, അല്ലെങ്കിൽ റബ്ബിനെ കുറിച്ചുള്ള സ്മരണ യുടെ കാര്യത്തിൽ ഞാൻ അശ്രദ്ധനാകുവോളം എനിക്ക് ഈ സ്വത്ത്, ഈ സമ്പത്ത് ഇഷ്ടമായി പോയി. ഹത്താ തവാറത്ത് ബിൽ ഹിജാബ്. അങ്ങനെ അത് മറക്കപ്പുറത്തേക്ക് നീങ്ങുവോളമായി, അല്ലെങ്കിൽ മറക്കപ്പുറത്തേക്ക് നീങ്ങിപ്പോയി. ഇവിടെ എന്താണ് മറക്കപ്പുറത്തേക്ക് പോയത് എന്നതൊക്കെ നമ്മൾ ഈ ആയത്തിന് നൽകുന്ന വിശദീകരണം പോലെയാണ് മനസ്സിലാക്കേണ്ടി വരിക. കൺവെൻഷനൽ ആയിട്ട് മുഫസ്സിറുകൾ അതിനെ സൂര്യൻ അസ്തമിച്ചു മറഞ്ഞുപോയി എന്നാണ് അതിന് വിശദീകരണം കൊടുക്കുന്നത്. അങ്ങനെ അവരുടെ വിശദീകരണം അനുസരിച്ച് സുലൈമാൻ അലൈഹിസ്സലാം ഈ സായാഹ്നത്തില് കുതിരകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോ അതിനെ നിരീക്ഷിച്ച് അതിന്റെ കൗതുകത്തില് മനസ്സ് കേന്ദ്രീകരിക്കപ്പെട്ടു പോയത് കൊണ്ട് സന്ധ്യാവേളയിലെ, അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് മുമ്പ് നിർവഹിക്കേണ്ട നമസ്കാരം ചെയ്യുന്നതിനെ കുറിച്ച് അശ്രദ്ധനായി പോയി. അത് നിർവഹിക്കാതെ തന്നെ സൂര്യൻ അസ്തമിച്ചു പോയി, സൂര്യൻ മറക്ക് പിന്നിലായി പോയി എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത് എന്ന വിധത്തിലാണ് അവർ വിശദീകരിക്കാറുള്ളത് സാധാരണഗതിയിൽ. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വായന ആധുനിക കാലത്ത് ഒരു മുഫസ്സിർ കൂടുതൽ സ്വീകാര്യമായി തോന്നുന്ന ഒരു വായന നടത്തുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഇത് ഉരിള അലൈഹി ബിൽ അശീ സ്വാഫിനാത്തുൽ ജിയാദ് ഫഖാല ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈർ. ഈ ഖൈറിനെ, ഈ സമ്പത്തിനെ ഞാൻ വല്ലാതെ പ്രണയിച്ചു പോയി, ഇഷ്ടപ്പെട്ടു പോയി. അൻ ദിക്രി റബ്ബി. അത് എന്റെ റബ്ബിനെ സ്മരിക്കുന്നതിൽ നിന്ന് എന്നെ അശ്രദ്ധനാക്കി കളഞ്ഞു. അത്രത്തോളം ഞാൻ അത് ഇഷ്ടപ്പെട്ടു. അതിനെ നിരീക്ഷിച്ചുകൊണ്ട്, അതിന്റെ കൗതുകം കണ്ടുകൊണ്ടൊക്കെ അങ്ങനെ ഇരുന്നു പോയി എന്നാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം പറയുന്നത്. എത്രത്തോളാണ്? ഹത്താ തവാറത്ത് ബിൽ ഹിജാബ്. അത് ഹിജാബിനപ്പുറത്തേക്ക് മറയുവോളം. തവാറത്ത് എന്നിവിടെ പറയുന്നത് ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ടും ഷീ എന്ന സായാഹ്നത്തെ സൂചിപ്പിക്കുന്ന ഒരു പദം നേരത്തെ ഉപയോഗിച്ചതുകൊണ്ടൊക്കെയാണ് മുഫസ്സിറുകള് ആ സായാഹ്ന വേളയില് സുലൈമാൻ അലൈഹി ഇസ്ലാം പതിവായി ചെയ്യാറുണ്ടായിരുന്ന എന്തോ ഒരു പുണ്യകർമ്മം, അത് സന്ധ്യക്ക് മുമ്പുള്ള നമസ്കാരമാവാം, അതല്ലെങ്കിൽ അസർ സമയത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം പതിവായി ചെയ്യാറുണ്ടായിരുന്ന എന്തോ ഒരു സുഹൃതം, അത് ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് അശ്രദ്ധനാക്കി എന്നതാവാം. ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ നൽകപ്പെടുന്നുണ്ട്. അപ്പോ മറക്കപ്പുറത്തേക്ക് സൂര്യൻ മറഞ്ഞു പോകുവോളം കാര്യങ്ങള് ഞാൻ അതിൽ മുഴുകിപ്പോയി. ഇതിനോടുള്ള, ഈ കുതിരകളോടുള്ള ഇഷ്ടവും അവയെ നിരീക്ഷിച്ച് അതിന്റെ കൗതുകം കണ്ട് നിൽക്കുന്നതില്, ഇതാണ് പറയുന്നതായിട്ട് നമുക്ക് ഒരു വായനയുള്ളത്. ഞാൻ മറിച്ചൊരു സാധ്യതയുള്ള വായനയിലേക്ക് വേറെ വരാം. റുദ്ദൂഹ അലയ്യ. അതിനെ തുടർന്ന് അദ്ദേഹം നിർദ്ദേശം നൽകുകയാണ്, അവയെ തിരിച്ചു കൊണ്ടുവരിക, എന്റെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുവരിക. റുദ്ദൂഹ അലയ്യ ഫതഫിഖ മസ്ഹൻ. അദ്ദേഹം അവയെ തടവാൻ തുടങ്ങി. ബിസൂഖി വൽ അനാഖ്. അവയുടെ കാലുകളിലും അതുപോലെ കഴുത്തുകളിലുമായിട്ട്. അപ്പോ സൂര്യൻ ദൃഷ്ടിയിൽ നിന്നും മറയുന്ന ഒരു കാര്യം സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ശ്രദ്ധ ഉണ്ടാവാതെ തന്നെ സംഭവിച്ചു പോയി. അദ്ദേഹത്തിന് പതിവായി ചെയ്യാറുണ്ടായിരുന്ന എന്തോ ഒരു പുണ്യകർമ്മം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ സൂര്യൻ അസ്തമിച്ചു പോയി.
അതിനെ തുടർന്ന് അദ്ദേഹം ഈ കുതിരകളെ കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം അവയുടെ കാലുകളിലും സൂക്കുകളിലും, സൂക്ക് എന്നുള്ളത് സാധാരണ മനുഷ്യനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കണങ്കാല് എന്നുള്ള കണക്കാണ് പറയാറുള്ളത്. ഇത് കുതിരയുടെ ആ ലോവർ പാർട്ടായിരിക്കണം, കാലിന്റെ ലോവർ പാർട്ടായിരിക്കണം ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പൊ മസ്ഹം ബി സൂഖ് വൽ അഅനാഖ്, ഉനുഖ് എന്നതിന്റെ ബഹുവചനാണ് അഅനാഖ് എന്നത്. ഉനുഖ് എന്ന വാക്കെന്നാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, നെക്ക് എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴുത്ത് എന്നാണ് അതിന്റെ അർത്ഥസൂചന. അപ്പോ അദ്ദേഹം ഈ കുതിരകളുടെ കാലുകളും അതുപോലെ കഴുത്തും ഒക്കെ തലോടാനും ഒഴിയാനും ഒക്കെ തുടങ്ങി. അദ്ദേഹം ആ കുതിരകളോട് ഉള്ള ഏത് നിലപാടിലാണ് അത് ചെയ്യുന്നത് എന്നതൊക്കെ വിശദീകരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. നമുക്ക് അതിലേക്ക് വരാം. വലക്കത് ഫതന്ന സുലൈം, അതെ, ഇത്രയും നമ്മള് ഇതുവരെയാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത് ഈ 3 ആയത്തുകളാണ്. അപ്പോ ദാവൂദ് അലൈഹിസ്സലാമിന് നാം സുലൈമാൻ എന്ന ഒരു പുത്രനെ സമ്മാനമായി നൽകുകയുണ്ടായി. വളരെ ഉത്കൃഷ്ടനായ, വളരെ സുഹൃതവാനായ ഒരു ദാസനായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഏറെ പശ്ചാത്തപിച്ചു മടങ്ങുന്ന, അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു സായാഹ്നത്തില് അദ്ദേഹത്തിന്റെ മുന്നിൽ വളരെ മുന്തിയ ഇനത്തിൽപ്പെട്ട പരിശീലനമൊക്കെ നൽകപ്പെട്ടിട്ടുള്ള കുതിരകൾ പ്രദർശിപ്പിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. അത് വളരെ ശ്രദ്ധയർഹിക്കുന്ന ഒരു കാര്യമാണ്. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ സമ്പത്തിന് വളരെയേറെ ഇഷ്ടപ്പെട്ടു പോയി. എന്റെ റബ്ബിനെ സ്മരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്റെ റബ്ബിന്റെ സ്മരണയിൽ നിന്ന് ഞാൻ അശ്രദ്ധനാകുന്ന വിധത്തിൽ അവയെ ഇഷ്ടപ്പെട്ടു പോയി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അത് ഈ സൂര്യൻ അല്ലെങ്കിൽ അത് മറക്ക് പിന്നിലേക്ക് മറയുന്നത് വരെ അത്രത്തോളം ഞാൻ അതിൽ ഇൻവോൾവ് ആയിപ്പോയി. അങ്ങനെ അവയെ തിരികെ കൊണ്ടുവരാൻ പറയുകയും, റുദ്ദൂഹ അലയ്യ, എന്റെ അടുക്കലേക്ക് അവയെ തിരികെ കൊണ്ടുവരിക. ഫതഫിഖ മസ്ഹൻ, അദ്ദേഹം തടവാൻ തുടങ്ങി. ബിസൂഖി വൽ അഅനാഖ്, അവയുടെ കാലുകളിലും അതുപോലെ കഴുത്തുകളിലുമായിട്ട്. അപ്പൊ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്കും ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ മേൽ ഭരണം നിർവഹിച്ചിരുന്ന ചക്രവർത്തി എന്നുള്ള നിലക്കുമൊക്കെ കഴിഞ്ഞിരുന്ന കാലത്തുള്ള ഒരു സംഭവമാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. അപ്പൊ ഈ സംഭവത്തിന് 2 വിശദീകരണങ്ങളാണ് നൽകപ്പെട്ട് കാണുന്നത് സാധാരണഗതിയിൽ. അപ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നേരത്തെയും നമ്മൾ ചില സൂറത്തുകളിൽ ചില വിവരണങ്ങൾ കാണുകയുണ്ടായിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ ഇസ്രായിലും അതുപോലെ സൂറത്തുൽ അംബിയ, സൂറത്തുൽ നംല്, സൂറത്തുൽ സബ, ഇവയിലൊക്കെ തന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണങ്ങൾ നമ്മൾ നേരത്തെ കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പോ ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളിൽ നൽകപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങളിൽ ഒന്ന്, ഈ സുലൈമാൻ അലൈഹി ഇസ്ലാം ഈ കുതിരകളെ അതിന്റെ കൗതുകം കാരണമായിട്ട് അവയെ പരിചരിക്കുന്നതിലും അവയോട് ഇഷ്ടവും സ്നേഹവും ഒക്കെ കാണിക്കുന്ന വിധത്തിലൊക്കെ ആയിട്ട് കണക്കിലേറെ സമയം അതിൽ വ്യാപൃതനായി പോയി. അസ്ർ അസ്ർ നമസ്കാരം നിർവഹിക്കാൻ അദ്ദേഹം മറന്നുപോയി. അതല്ലെങ്കിൽ അസ്റിനും മഗ്രിബിനും ഇടക്കായിട്ട് നിർവഹിക്കാറുണ്ടായിരുന്ന എന്തോ ഒരു പുണ്യപ്രവർത്തനം, ഒരു സുഹൃതം ചെയ്യാൻ അദ്ദേഹം വിട്ടുപോയി. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു മറഞ്ഞു. അങ്ങനെ ആ സന്ദർഭത്തില് അദ്ദേഹം കുതിരകളെ തിരികെ കൊണ്ടുവരാൻ കൽപ്പിച്ചു എന്നാണ് ഒരു വിശദീകരണം. കുതിരകളെ ഒരു പക്ഷേ സന്ധ്യയായപ്പോ അവിടുന്ന് കൊണ്ടുപോയത് വീണ്ടും തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. കുതിരകളായിരുന്നല്ലോ അദ്ദേഹത്തിന് ഈ കാര്യം നിർവഹിക്കാൻ, സൂര്യാസ്തമയത്തിനു മുമ്പ് ഈ കാര്യം നിർവഹിക്കാൻ തടസ്സമായി മാറിയ ഒരു സംഗതി. അത് കാരണമായിട്ട് അദ്ദേഹം ആ കുതിരകളെ തന്നെ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു നടപടി എടുത്തു എന്നാണ് ഈ വിശദീകരണ പ്രകാരം സൂചിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ മുഫസ്സിറുകൾ അതിനെ വിശദീകരിക്കുന്നത്, അദ്ദേഹം കൈകളിൽ വാളുകൾ ഏന്തിക്കൊണ്ട് അവയുടെ
കഴുത്തിനും കാലിനും വെട്ടുകയാണ് ഉണ്ടായത്. അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഈ കുതിരകളെ തനിക്ക് വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവയെ കൊന്നുകളഞ്ഞു എന്ന വിധത്തിലൊരു വായനയാണ് അവർ നടത്തുന്നത്. പക്ഷെ അത് ഒരു കൂട്ടിച്ചേർക്കലാണ്. ഖുർആൻ നൽകുന്ന സൂചന അങ്ങനെയുള്ളതൊന്നുമില്ല. ഈ വളരെ വ്യംഗ്യമായി അബ്സ്ട്രാക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വളരെ ഇൻഡയറക്റ്റ് ആയിട്ടോ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ അവർ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി ചില അഡീഷൻസ് ഒക്കെ നടത്തിക്കൊണ്ട് അവര് വിശദീകരിക്കുകയാണ്. അത് എത്രത്തോളം സ്വീകാര്യമാണ് എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. വേറെ ചിലര് ചൂണ്ടിക്കാണിച്ചത് ഈ ഹത്താ തവാറത്ത് ബിൽ ഹിജാബ് എന്നതും അതുപോലെ റുദ്ദൂഹ അലയ്യ എന്ന് പറയുന്നതും, ഇത് രണ്ടും സൂര്യനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ സൂര്യൻ അസ്തമിച്ചു. അപ്പോ അതിനെ തുടർന്ന് സുലൈമാൻ അലൈഹി ഇസ്ലാം തന്റെ ആ പ്രാർത്ഥന അസ്തമയത്തിന്റെ മുമ്പ് നിർവഹിക്കേണ്ട പ്രാർത്ഥന നിർവഹിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നിട്ട് അദ്ദേഹം സൂര്യനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നിർദ്ദേശിച്ചത്. ഖദറിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ചുമതലയുള്ള മലക്കുകളോട് അദ്ദേഹം സൂര്യനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ സൂര്യനെ തിരികെ കൊണ്ടുവന്ന് അദ്ദേഹം സമയത്തിന് തന്നെ നമസ്കാരം നിർവഹിച്ചു എന്ന വിധത്തിലാണ് ഒരു വിശദീകരണം. പക്ഷെ അതും ഈ പ്രാപഞ്ചിക സംവിധാനത്തിലുള്ള അത്യസാധാരണമായ ഒരു ഇടപെടലാണല്ലോ. അതിന്റെയും സാധ്യത എത്രത്തോളം ഉണ്ട്? അത് സംഭവിക്കൂല എന്നല്ല പറയുന്നത്, പക്ഷെ അത്രത്തോളം ഒരു പ്രാപഞ്ചിക സംവിധാനത്തിൽ ഇടപെട്ട ഒരു വിഷയമാണെങ്കിൽ അത് ഇങ്ങനെ മാത്രമായിരിക്കില്ല ഖുർആനിൽ പരാമർശിക്കപ്പെടുക. കുറച്ചുകൂടി അത് സ്പെസിഫിക് ആയിട്ട് സൂചിപ്പിക്കപ്പെടാനാണ് സാധ്യതയുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആ സൂര്യനെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥന നിർവഹിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ച ആ സുഹൃതം നിർവഹിച്ചു എന്ന് ഉള്ള ഒരു വിശദീകരണമാണ് നൽകപ്പെടുന്നത്. പക്ഷെ ഇതൊക്കെ തന്നെയും ഖുർആന്റെ ഈ ആയത്തുകൾ നൽകുന്ന സൂചനയിൽ പെടുന്നതല്ല. അത് ഈ ആയത്തുകൾ വിശദീകരിക്കാൻ വേണ്ടി അവര് എന്തായിരിക്കും അതിന്റെ സാധ്യത എന്ന നിലക്ക് അവരുടെ ഭാവനയിൽ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് വിശദീകരിച്ച സംഗതികളാണ്. അപ്പൊ ഇത്ര വലിയൊരു മുഅ്ജിസത്ത് സുലൈമാൻ അലൈഹി ഇസ്ലാം സൂര്യനെ തിരികെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിനെ ഡിലേ ചെയ്തുകൊണ്ട് അത് ചെയ്തു എന്നൊക്കെയുള്ള വായന അത്രത്തോളം നമുക്ക് സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിലെ വളരെ പ്രമുഖനായ ഒരു ഖുർആൻ വ്യാഖ്യാതാവ് നൽകിയിരിക്കുന്ന മറ്റൊരു വിശദീകരണം കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഖുർആന്റെ വിവരണത്തിൽ പ്രത്യേകിച്ചൊന്നും കൂട്ടിച്ചേർക്കാതെ തന്നെ ഈ ആയാത്തുകളെ വിശദീകരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് വിശദീകരിക്കുന്നത്. അത് ഇങ്ങനെയാണ്: ഈ ധനം, ഈ സമ്പത്ത് എന്റെ ക്ഷേമത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നുമല്ല ഞാൻ കാണുന്നത്, മറിച്ച് ഇത് എന്റെ റബ്ബിന്റെ മാർഗത്തിലുള്ള പ്രയത്നങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സംഗതി എന്നുള്ള നിലക്കാണ്. റബ്ബിനെ അനുസ്മരിക്കാനും റബ്ബിന് വിധേയപ്പെടുവാനും അവന്റെ കൽപ്പനകൾ നടപ്പിലാക്കുവാനും ഒക്കെ വേണ്ടി ഉപകരിക്കുന്ന ഏറ്റവും മുന്തിയ സമ്പത്തായിട്ടാണ് ഈ കുതിരകളെ ഞാൻ കാണുന്നത് എന്നാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം ഇന്നി അഹ്ബബ്തു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഈ കുതിരയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി അതിനെ അതിവിദൂരമായ ഒരു ലക്ഷ്യത്തിലേക്ക് അതിനെ ഓടിക്കുകയുണ്ടായി. അങ്ങനെ കണ്ണിൽ നിന്ന്, ദൃഷ്ടിയിൽ നിന്ന് മറയുവോളം ആ കുതിര അതിവേഗത്തിൽ ഓടി. അങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് അവ ഓടി അതിനെ പായിച്ചു. തുടർന്ന് ആ കുതിരകളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി സുലൈമാൻ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി. അങ്ങനെ തിരികെ കൊണ്ടുവന്ന ഘട്ടത്തിൽ അദ്ദേഹം അവയുടെ കഴുത്തുകളിലും കാലുകളിലും ഒക്കെ സ്നേഹപൂർവ്വം തലോടുകയാണ് ഉണ്ടായത് എന്ന ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. ഈ വിശദീകരണത്തിന് വലിയ സാധ്യതയും ഉണ്ട്. ഇവിടെ പറയുന്ന ഈ ആയത്തുകൾ നമ്മൾ വീണ്ടും ഒന്ന് വായിച്ചു നോക്കാം. ഇത് അലൈഹി ബിൽ അഷിയി സാഫിനാത്തുൽ ജിയാദ്, ഏറ്റവും മുന്തിയ ഇനത്തിൽപ്പെട്ട സവാരി കുതിരകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ട ആ സായാഹ്നം
പ്രത്യേകം സ്മരണ അർഹിക്കുന്നതാണ്. അദ്ദേഹം പറയുകയുണ്ടായി ആ സന്ദർഭത്തിൽ, ഇന്നി അഹബബ്തു ഹുബ്ബൽ ഖൈർ, ഈ അമൂല്യമായ സമ്പത്ത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. എന്തിനാണ്? അൻ ദിക്രി റബ്ബി, എന്റെ റബ്ബിന്റെ സ്മരണക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്റെ റബ്ബിനെ സ്മരിക്കുന്നതിന്റെ ഫലമായിട്ട് ഞാൻ നിർവഹിക്കേണ്ട പല കാര്യങ്ങളുടെയും നിർവഹണത്തിന്റെ പേരിൽ അതിനു വേണ്ടി എന്റെ സ്വാർത്ഥമായ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്റെ അത്തരം അഭിലാഷങ്ങൾക്കോ ഒന്നും വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്റെ ചുമതലകളും ദൗത്യവും ഒക്കെ നിർവഹിക്കുന്ന ആവശ്യത്തിന് വേണ്ടി ഞാൻ ഈ സമ്പത്തിനെ ഏറെ ഇഷ്ടപ്പെടുന്നു. ഹത്താ തവാറത്ത് ബിൽ ഹിജാബ്, എത്രത്തോളം അതിനെ കണ്ണിൽ ദൃഷ്ടിയിൽ നിന്ന് മറയുന്ന വിധത്തിൽ അതിനകലേക്ക് അതിനെ അദ്ദേഹം മറയാൻ കാരണമാക്കി, അല്ലെങ്കിൽ അതിനെ ഓടിക്കുകയുണ്ടായി, അതിനെ പായിച്ചു അത്രയും അകലേക്ക്. അതിനെ തുടർന്ന് റുദ്ദൂഹ, അപ്പൊ ഈ കുതിരയുടെ അതിവേഗതയിൽ ഓടാനുള്ള കഴിവ്, അതിന്റെ പെർഫോമൻസ് അദ്ദേഹം പരിശോധിച്ചറിയായിരുന്നു അത് എന്ന നിലക്കാണ് അദ്ദേഹം വായിക്കുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹം ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയത് റുദ്ദൂഹ അലയ്യ, അവയെ എന്റെ അടുക്കലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരിക. ഫതഫിഖ മസഹൻ, അങ്ങനെ അവ തിരിച്ചെത്തിയപ്പോ അദ്ദേഹം അവയെ തലോടാൻ തുടങ്ങി. ബിസ്സൂഖി വൽ അനാഖ്, അവയുടെ കഴുത്തുകളിലും കാലുകളിലും ഒക്കെ ആയിട്ട് അദ്ദേഹം അവയെ തലോടുകയുണ്ടായി എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ആ നിലക്ക് വായിക്കുന്നത്. അപ്പൊ ഇവിടെ നേരത്തെ തലോടി എന്നതിനെ ഈ സുലൈമാൻ അലൈഹി ഇസ്ലാം വാള് കയ്യിലെടുത്തുകൊണ്ട് അവയുടെ കഴുത്തിലും കാലിലും തലോടി എന്നത്, കഴുത്തിലും കാലിലും വെട്ടി ഇനി മേലിൽ എന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് തടയുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് എനിക്ക് തടസ്സമാകുന്ന വിധത്തിൽ ഈ കുതിരകള് ചിത്രത്തിൽ തന്നെ വേണ്ട എന്ന വിധത്തിലാണ് അവയുടെ കഴുത്തിനും കാലിലൊക്കെ വെട്ടി അവയെ കൊന്നുകളഞ്ഞത് എന്ന വിധത്തിൽ ഒരു വായനയാണ് അത്. പക്ഷെ ഈ ഖുർആനിലെ ഈ ആയത്തിലെ അടങ്ങിയിരിക്കുന്ന വാക്കുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സിലുള്ള വിശദീകരണങ്ങളോ ഒന്നും അതിന് പിൻബലമാവുന്നില്ല. അത് അവരുടെ മുഫസ്സിറുകള് ഈ ആയത്തുകൾ വിശദീകരിക്കാൻ നടത്തിയൊരു ശ്രമം എന്ന നിലയ്ക്ക് നമ്മൾ കാണേണ്ടതുള്ളൂ. ഇത് എനിക്ക് കൂടുതൽ അത് യോജിച്ചതായിട്ട് തോന്നുന്ന, അത്രയും മുന്തിയ ഇനം കുതിരകൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോ അവയുടെ പെർഫോമൻസ് ഒന്ന് കാണാൻ വേണ്ടി സുലൈമാൻ അലൈഹി ഇസ്ലാം അവയെ അതിവിദൂരതയിലേക്ക് അതിവേഗത്തിൽ കുതിച്ചോടാൻ വേണ്ടി വിട്ടു. എന്നിട്ട് പിന്നെ അവയെ തിരികെ കൊണ്ടുവരാൻ പറയുകയും അദ്ദേഹം അവ തിരിച്ചെത്തിയപ്പോ അവയോട് വലിയ സ്നേഹവും ഇഷ്ടവും ഒക്കെ കാണിച്ചുകൊണ്ട് അവയുടെ കഴുത്തും കാലും ഒക്കെ തടവിയ ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്കും അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഭരണം നിർവഹിച്ചിരുന്ന വ്യക്തി എന്നുള്ള നിലക്കൊക്കെ അദ്ദേഹം ഈ സമ്പത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യം, അത് അള്ളാഹു ചുമതലപ്പെടുത്തിയ ദൗത്യം നിർവഹിക്കുന്നതിന് അവ എത്രത്തോളം പ്രയോജനകരമാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടവും അവയോടുള്ള ഒരു താല്പര്യവും ഒക്കെയാണ് പ്രകടിപ്പിക്കപ്പെട്ടിരുന്നത് എന്നതാണ് കൂടുതൽ സ്വീകാര്യമായ ഒരു വിശദീകരണം എന്നാണ് എനിക്ക് അത് ഈ വിവരണങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ സൂര്യനെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു എന്നൊക്കെയുള്ളത് യഥാർത്ഥത്തിൽ ഈ മുഫസ്സിറുകളുടെ ഭാവനയിൽ അവർ അതിന് വിശദീകരണം നൽകാൻ ശ്രമിച്ചപ്പോ ഉണ്ടായ വിഷയങ്ങൾ മാത്രമായിട്ടേ കാണാൻ കഴിയുള്ളൂ. ഈ തവാറത്ത് ബിൽ ഹിജാബ് എന്ന് മറയിലേക്ക് മറക്കപ്പുറത്തേക്ക് അത് അസ്തമിച്ചു അല്ലെങ്കിൽ അപ്രത്യക്ഷമായി എന്ന് പറയുന്നതും ഈ കുതിരകളെ കുറിച്ച് തന്നെ ആവാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. സൂര്യൻ മറഞ്ഞു എന്നത്, സൂര്യനെ കുറിച്ച് അവിടെ പരാമർശമൊന്നുമില്ല. അതിനുള്ള ഒരേ ഒരു സാധ്യത ആ പ്രയോഗത്തില് അഷീ എന്ന വാക്ക് ഒരു സായാഹ്നത്തിലാണ് ഈ കുതിരകൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെട്ടത് എന്നൊരു പ്രയോഗം അതിലുണ്ട് എന്നുള്ളത് മാത്രമാണ്. അത് മാത്രം വെച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങള് ഭാവനയില് രൂപപ്പെടുത്തിയെടുത്ത ഒരു ചിത്രമായിട്ടേ നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇത് സംബന്ധമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് സ്വാദിലെ 30 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാസുദേവാന
അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.